നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം. അടുത്തത്, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിരുകൾ. അടുത്തത്, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. അടുത്ത ചോദ്യം, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്ര? ഓപ്ഷൻ ബി 30 ഡിഗ്രി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. അടുത്തത്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് ഓപ്ഷൻ സി യുറാനസ്. അടുത്തത്, പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ ഡി LPG. അടുത്തത്, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏത്? ഓപ്ഷൻ ബി ഊഷ്മാവ്. അടുത്തത്, ദോലനത്തിന് ഉദാഹരണം ഏത്? ദോലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിലെ തെറ്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4 മാത്രമാണ് തെറ്റ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. ഇത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്നാണ് പറയുന്നത്. ഐസോബാറുകളല്ല, ഐസോടോപ്പുകളാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്ര? ഓപ്ഷൻ എ 4. അടുത്തത്, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 1. അടുത്തത്, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്. അടുത്ത ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. അടുത്തത്, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഓപ്ഷൻ സി ഭാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓപ്ഷൻ എ ഓറഞ്ച്. അടുത്തത്, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്. ഓപ്ഷൻ ബി കെൽവിൻ. അടുത്ത ചോദ്യം, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള
ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി മോസ്ലി. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മൂലകം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിരേത്? താഴെ കൊടുത്തിരിക്കുന്നവയിലെ അയണിന്റെ അയിരേത്? ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ് ആണ് അയണിന്റെ അയിര്. അടുത്ത ചോദ്യം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓപ്ഷൻ എ നൈലോൺ. അടുത്തത്, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര? ഓപ്ഷൻ ബി 60 ഡിഗ്രി. അടുത്തത്, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏത്? ഓപ്ഷൻ എ പ്രതല ബലം. അടുത്ത ചോദ്യം, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത്. അടുത്ത ചോദ്യം, മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം ഓപ്ഷൻ ബി ഇരട്ടിയാകുന്നു. വസ്തുവിന്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉം. ഐസോടോപ്പുകൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ നോക്കിക്കേ, ഒരേ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ കാർബണും അതുപോലെ തന്നെ ഓപ്ഷൻ 2ലും ഓപ്ഷൻ 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ അലുമിനിയത്തിന്റെ അയിരാണ്. അടുത്ത ചോദ്യം, മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി മോസ്ലി. അടുത്ത ചോദ്യം, ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? ഓപ്ഷൻ സി 3. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അടുത്തത്, ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം എന്താണ്? ഓപ്ഷൻ ബി NaHCO3 അല്ലേ? NaHCO3. സോഡിയം ബൈകാർബണേറ്റ് അല്ലെ? NaHCO3 സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ. അടുത്തത്, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത്.
അടുത്തത് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏത്? ഓപ്ഷൻ എ ഗുരുത്വ ബലമാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. അടുത്തത് മനുഷ്യന്റെ ശ്രവണപരിധി. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണപരിധി. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്തത് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏത്? ഓപ്ഷൻ എ മഗ്നീഷ്യം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? മഗ്നീഷ്യം. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബോക്സൈറ്റ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 2n². അടുത്തത് ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉം. ശരിയല്ലാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉം തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. അടുത്തത് ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഓപ്ഷൻ സി -3. അടുത്തത് ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ന്യൂട്ടൺ. അടുത്തത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ സി സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. അടുത്ത ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? ഓപ്ഷൻ എ വികിരണം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനം അല്ല. അടുത്ത ചോദ്യം, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അടുത്ത ചോദ്യം, റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ. ഓപ്ഷൻ ബി ലാന്തനോയിഡുകൾ. അടുത്ത ചോദ്യം, ഘനജലത്തിന്റെ രാസസൂത്രം ഏത്? ഘനജലത്തിന്റെ രാസസൂത്രം ഏത്? ഓപ്ഷൻ സി ആണ് D2O. ഘനജലത്തിന്റെ രാസസൂത്രമാണ് D2O. അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഓപ്ഷൻ ബി സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ സി മണ്ണെണ്ണ. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി മംഗൾയാൻ. അടുത്ത ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ അപവർത്തനം. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഓപ്ഷൻ ബി ഭ്രമണം. അടുത്ത ചോദ്യം, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ഇത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അടുത്തത്, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏത്? ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഓപ്ഷൻ സി സ്ഥിതികോർജമാണ്. അടുത്ത ചോദ്യം, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി പ്രകീർണനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിലെ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പാസ്കൽ ആണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. ഓപ്ഷൻ ഡി പ്രവേഗം. അടുത്ത ചോദ്യം, ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്ക്. അടുത്തത്, അയിരുകളെ ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ്. ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും ശരിയാണ്, രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉം തെറ്റാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാ പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉം. അടുത്ത ചോദ്യം, ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിലെ അനുപാതം എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 1:8 ആണ്. അടുത്ത ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? ഓപ്ഷൻ സി 20 ഹെർട്സ് ആണ്. താഴ്ന്ന പരിധിയാണ് 20 ഹെർട്സ്. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ്. ഓപ്ഷൻ എ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അടുത്തത്, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനം. അടുത്ത ചോദ്യം, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഓപ്ഷൻ ബി ദോലനം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ദോലനമാണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി കൽക്കരി. അടുത്ത ചോദ്യം,
ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഓപ്ഷൻ എ ഇലക്ട്രോണുകളാണ്. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്കിന്റെ അയിരാണ്. അടുത്ത ചോദ്യം, ഭാവിയിലെ ഇന്ധനം. ഭാവിയിലെ ഇന്ധനം. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. അടുത്തത്, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത്, ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. ഓപ്ഷൻ സി ഊർജം. അടുത്ത ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ഓപ്ഷൻ ബി ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? 7 അവസ്ഥകള്. അടുത്തത്, ഒരു ന്യൂട്ടൺ ഡാഷ് ഡൈനാണ്. ഒരു ന്യൂട്ടൺ 10⁵ ഡൈനാണ്. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി പ്ലൂട്ടോ. എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.